വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം കണ്ട് സായൂജരായി ആയിരങ്ങൾ. പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ ഭഗവാന്റെ സ്വർണധ്വജത്തിൽ വർണ്ണങ്ങൾ വിതറുന്ന ധന്യമുഹൂർത്തം. ശ്രീകോവിലിലെ വെള്ളി വിളക്കുകളിലെ നെയ്ത്തിരി ദീപങ്ങൾ കൂപ്പുകയായി ഉയരുന്ന മഹാമുഹൂർത്തത്തിൽ വൈക്കത്ത് പെരും തൃക്കോവിലപ്പന്റെ സർവാഭരണ വിഭൂഷിതമായ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ 3:30 നട തുറന്നു. ഉഷപൂജയ്ക്കും എത്രിത്ത പൂജയ്ക്കും ശേഷം 4:30 അഷ്ടമി ദർശനം. മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ആൽത്തറയിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രാപാദ മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി ദർശനം നൽകി ദുഃഖവിമോചനം അഭിഷ്ടവരം കൊടുത്ത് അനുഗ്രഹിച്ച മഹാമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം കൊണ്ടാടുന്നത്. തന്ത്രി കിഴക്കേനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി, ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, മേൽശാന്തി TD നാരായണൻ നമ്പൂതിരി, TS നാരായണൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്തിൽ പൂജ തുറന്ന് ഉഷാപൂജ, എത്രിത്ത പൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറന്നപ്പോൾ വേദമന്ത്രോച്ചാരണവും പഞ്ചാക്ഷരി മന്ത്രവും ഉയരുന്നുണ്ടായിരുന്നു. വൈക്കത്തപ്പ അഭയം തരണമേ എന്ന പ്രാർത്ഥനയുമായി ഭഗവാനെ ഒരു നോക്കു കാണുവാൻ തൊഴുകൈകളോടെ എത്തിയത് ആയിരങ്ങളാണ്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ സന്നിധാനത്ത് അഷ്ടമി ദിവസമായ ഇന്ന് 121 പറയരിയുടെ വിഭവ സമൃദ്ധമായ പ്രാതലാണ് ദേവസ്വം ഒരുക്കിയിരിക്കുന്നത്.